ഇപ്പോൾ നഴ്സിംഗ് അസോസിയേഷൻ പ്രതിനിധി ദീപ കൂടെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി ദീപ, ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം അവിടെ സ്ക്രബ് നഴ്സ് ആയിട്ടുണ്ടായിരുന്നത് അന്ന് ധന്യയായിരുന്നു. അപ്പോൾ ധന്യ സ്വാഭാവികമായിട്ടും ധന്യയ്ക്കാണ് അതിൻ്റെ ഒരു ചുമതല ഉണ്ടായിരുന്നത്. ഡോക്ടർ ചോദിക്കുന്നു, ഇങ്ങനൊരു സംഭവം ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞിരിക്കുന്നു, ഉപകരണങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഉണ്ടെന്ന് മറുപടി പറയുന്നു. അപ്പോൾ മനുഷ്യ സഹജമായ ഒരു പിഴവ് അവിടെ നഴ്സിന് പറ്റി എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ അതിനെ ഒരു വെറും പിഴവ് എന്ന് മാത്രം പറയാതെ അപ്പുറത്തേക്ക് ഒരാളുടെ വേദന അനുഭവിച്ച ഒരാളുടെ അവസ്ഥ കൂടി പരിഗണിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ അവിടെ ആളുകളുടെ ഒരു അഭാവം കൂടി ഉണ്ടായിരുന്നു, കോവിഡ് കാലമായിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതെല്ലാം കൂടിയാണോ ഇതിലേക്ക് എത്തിച്ചേർന്നത്? എന്ത് തോന്നുന്നു താങ്കൾക്ക് ഈ സിറ്റുവേഷനിൽ? ഹലോ ദീപ, കേൾക്കാമോ? കേൾക്കാം. ഇത് മനുഷ്യ സഹജമായ തെറ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനെ തള്ളിക്കളയുന്നില്ല. കാരണം ഇതിനകത്ത് സർജന് ക്ലീൻ ചീട്ട് കൊടുത്തു, സ്ക്രബ് നേഴ്സിന് മാത്രമാണ് അതിന്റെ ഉത്തരവാദിത്തം എന്ന് തലയിലേക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല. ഈക്വലി അതിനകത്ത് ഉത്തരവാദിത്തം ഉണ്ട്. സർജൻ വൺ സൈഡ് നിൽക്കുമ്പോൾ അപ്പുറത്ത് സ്ക്രബ് ചെയ്ത് സ്റ്റെറൈലായ ഒരു നേഴ്സ് കൊടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് എടുത്ത് സർജറി കൈകാര്യം ചെയ്ത് സർജറി ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 2-3 മൊത്തം ഇൻസ്ട്രുമെന്റ്സ് എണ്ണി നമ്മൾ ചിട്ടപ്പെടുത്തിയതിനു ശേഷമാണ് നമ്മൾ ആ സർജറി കൊണ്ട് ക്ലോസ് ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ നമുക്കിപ്പോൾ ജീവനക്കാരുടെ ഒരാളാണ് സ്ക്രബ് ചെയ്ത് ശരിക്കും കൂടെ ഉണ്ടാകുന്നത്. അടുത്ത ഇൻസ്ട്രുമെന്റ്സ് അന്നത്തെ ദിവസം അഡീഷണൽ ഇൻസ്ട്രുമെന്റ്സ് എടുത്തിട്ടുണ്ട്. ഏറ്റവും ഒരു 3.5 കിലോയോളം വരുന്ന ട്യൂമറാണ്. അഡീഷണൽ ഇൻസ്ട്രുമെന്റ്സ് എടുക്കുമ്പോൾ പോലും സർജനും കൂടെ ഇതിനകത്ത് തുല്യമായ ഉത്തരവാദിത്തമുണ്ട്. സ്ക്രബ് നേഴ്സിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. നമ്മളിങ്ങനെ സംഭവിച്ചതിൽ അതിയായ വിഷമമുണ്ട്. അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എത്ര ധൃതി ഉണ്ടെങ്കിലും ആളില്ലെങ്കിൽ പോലും അത് സംഭവിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന അതാണ് നേഴ്സ് സമൂഹം. പക്ഷെ അത് നേഴ്സ് പ്രത്യേകിച്ച് മാത്രം ഉത്തരവാദിത്തം എന്ന നിലയിലേക്ക് പോകാൻ ഞങ്ങളത് അംഗീകരിക്കുന്നില്ല. ആ റിപ്പോർട്ടിനെ അംഗീകരിക്കുന്നില്ല. എത്ര ഇൻസ്ട്രുമെന്റ്സ് എടുത്തു എന്നൊരു ബോധ്യം സർജന് ഉണ്ടാവണം. ദീപ, ഒരു കൂട്ടുത്തരവാദിത്തം ഉണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു, അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ആ സർജറിക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർക്ക് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ വ്യക്തിഗതമായ ചില ഉത്തരവാദിത്തങ്ങൾ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രാഥമികമായി വീഴ്ച പറ്റിയത് യഥാർത്ഥത്തിൽ ധന്യയ്ക്ക് തന്നെയല്ലേ? ഞാൻ ഞങ്ങൾക്ക് വീഴ്ച പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സർജനെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മാത്രം സർജറി മാത്രം ഒരു സർജൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ചെയ്യാവുന്നതല്ല സർജറി. എന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന സ്ക്രബ് നേഴ്സ് കൊടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് അനുസരിച്ചാണ് ചെയ്യുന്നത്. ഏത് ഇൻസ്ട്രുമെന്റ്സ് എവിടെ എപ്പോൾ കൊടുക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് പോലും സർജൻ മനസ്സിൽ കാണുമ്പോൾ സിസ്റ്ററിന്റെ കൈ അവിടെ ആക്ട് ചെയ്തിട്ടാണ് സർജറി വരുന്നത്. ഒരുപക്ഷെ മീഡിയകളൊക്കെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് അറിയുന്നതന്നെ ഇപ്പോഴല്ലേ. അപ്പോൾ ആ ഇൻസ്ട്രുമെന്റ്സ് മിസ്സായത് കൊണ്ടാണ് സ്ക്രബ് നേഴ്സ് പോലും അഡ്രസ് ചെയ്യപ്പെടുന്നത്. ഈ കണ്ട ഹാർട്ട് സർജറി മുഴുവനുള്ള എല്ലാ സർജറികളിലും ആ വൺ സൈഡിൽ നിൽക്കുന്ന സിസ്റ്ററിന്റെ കണ്ണും കാതും സൂക്ഷ്മതയോട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷെ എത്ര അഡീഷണൽ ഇൻസ്ട്രുമെന്റ്സ് എടുത്ത് സാധാരണ നമ്മൾ ഇത്ര 6 എണ്ണം അല്ലെ 8 എണ്ണം 10 എണ്ണം വെച്ച് കെട്ടി ഇൻസ്ട്രുമെന്റ്സ് എടുത്ത് കൃത്യം അഡീഷണൽ വരുന്ന ഇൻസ്ട്രുമെന്റ്സ് എടുക്കേണ്ട വേളയിലാണ് നമ്മൾക്ക് കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്നത്. കാരണം ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ബ്ലീഡിങ് സർജറിക്ക് വരികയോ ബ്ലീഡ് പോയിന്റ് ക്ലോസ് ചെയ്യാനായിട്ട് ഇൻസ്ട്രുമെന്റ്സ് എടുക്കുകയോ അഡീഷണൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ വലിയ സൈസ് വരുമ്പോഴൊക്കെയാണ് അഡീഷണൽ ഇൻസ്ട്രുമെന്റ്സ് എടുക്കുന്നത്. അന്നേ സർജറിക്ക് അഡീഷണൽ ഇൻസ്ട്രുമെന്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എത്ര അഡീഷണൽ ഇൻസ്ട്രുമെന്റ്സ് എടുത്തു അത് തിരികെ വന്നു എന്നാണ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് സ്ക്രബ് നേഴ്സിന്റെ ബോധ്യം. പക്ഷെ ആ ബോധ്യം ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ എത്ര അഡീഷണൽ ഇൻസ്ട്രുമെന്റ്സ് എടുത്തു എന്ന് അവസാനം 2, 3, 4 ശരി ദീപ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വളരെയധികം നന്ദി അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ